ഗുഡ് ആഫ്റ്റർനൂൺ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഹെഡ്ജ് ഫണ്ടിനെ കുറിച്ച് പറയുകയുണ്ടായി. ഈ ഹെഡ്ജ് ഫണ്ട് പോലെ തന്നെയുള്ള മറ്റൊന്നാണ് മ്യൂച്വൽ ഫണ്ട് എന്ന് പറയുന്നത്. ഈ മ്യൂച്വൽ ഫണ്ടിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ശരിക്കും മ്യൂച്വൽ ഫണ്ടും ഹെഡ്ജ് ഫണ്ടും ഒരുപോലെ തന്നെയാണ്. അതിന്റെയൊക്കെ എയിമൊക്കെ ഒന്ന് തന്നെയാണ്. ആളുകളിൽ നിന്ന് പണം കളക്ട് ചെയ്യുകയും അത് ഡിഫറെന്റ് അവന്യൂസിൽ ഡെപ്പോസിറ്റ് ചെയ്യാണ് ചെയ്യുന്നത്, ഇൻവെസ്റ്റ് ചെയ്യാണ് ചെയ്യുന്നത്. പക്ഷെ ഹെഡ്ജ് ഫണ്ടിൽ ഒരുപാട് കോംപ്ലക്സ് സ്ട്രാറ്റജീസ്, ഡിഫറെന്റ് ആയിട്ടുള്ള സ്ട്രാറ്റജീസ് അവർ ഉപയോഗിക്കുന്നുണ്ട്. പക്ഷെ മ്യൂച്വൽ ഫണ്ടില് സിമ്പിൾ അസറ്റ് അലോക്കേഷൻ ആണ് വരുന്നത്. രണ്ടിന്റെ എയിം ഒക്കെ ഒന്ന് തന്നെയാണ്. റിസ്ക് കുറച്ച് മാക്സിമം റിട്ടേൺ ഉണ്ടാക്കുക എന്ന് തന്നെയാണ് രണ്ടിന്റെയും എയിം ആയിട്ട് വരുന്നത്. നമുക്ക് മ്യൂച്വൽ ഫണ്ടിനെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ടൊന്ന് നോക്കാം. A mutual fund is an open and professionally managed investment fund. ഈ മ്യൂച്വൽ ഫണ്ട് എന്ന് പറയുന്നത് ഒരു ഓപ്പൺ ആൻഡ് ഫണ്ടാണ്. കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഇത് ഇൻവെസ്റ്റ് ചെയ്യാം, എപ്പോൾ വേണമെങ്കിലും അത് വിഡ്രോ ചെയ്യാനായിട്ട് പറ്റും. അതുകൊണ്ട് തന്നെ മ്യൂച്വൽ ഫണ്ട് എന്ന് പറയുന്നത് ഒരു ഓപ്പൺ ആൻഡ് ഫണ്ടാണ്. പിന്നെ ഇത് മാനേജ് ചെയ്യുന്നത് ഒരു പ്രൊഫഷണലി ക്വാളിഫൈഡ് ആയിട്ടുള്ള, ഇപ്പൊ മാർക്കറ്റ് ഫ്ലക്ച്വേഷൻസും അതേപോലെ തന്നെ ഷെയർസിന്റെ ആ ഒരു കാര്യങ്ങളെല്ലാം തന്നെ ക്ലിയർ ആയിട്ട് അറിയുന്ന ഒരു പ്രൊഫഷണൽ ആയിരിക്കും ഇത് മാനേജ് ചെയ്യുന്നുണ്ടായിരിക്കുക. അപ്പൊ അത്തരത്തിലുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് ഫണ്ടാണ് മ്യൂച്വൽ ഫണ്ട് എന്ന് പറയുന്നത്. ഇതിൽ ആളുകളിൽ നിന്ന്, പല ഇൻവെസ്റ്റേഴ്സിൽ നിന്ന് പണം കളക്ട് ചെയ്യുകയും അത് ഡിഫറെന്റ് സെക്യൂരിറ്റീസിൽ, ഡിഫറെന്റ് അവന്യൂസിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇന്ത്യയിലും US-ലും കാനഡയിലും ഒക്കെ മ്യൂച്വൽ ഫണ്ട് തന്നെയാണ് ഇതിന് അറിയപ്പെടുന്നത്. പക്ഷെ യൂറോപ്പില് SICAV എന്നാണ് അറിയപ്പെടുന്നത്. അതേപോലെ UK-ല് OEIC, ഓപ്പൺ എൻഡഡ് ഇൻവെസ്റ്റ്മെന്റ് കമ്പനി എന്നാണ് ഇത് അറിയപ്പെടുന്നത്. പിന്നെ ഇൻഡിവിജ്വൽ സെക്യൂരിറ്റീസിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനേക്കാൾ അതിനെ കമ്പയർ ചെയ്യുമ്പോൾ ഒരുപാട് അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും ഇതിൽ വരുന്നുണ്ട്. ഒരു ബൾക്ക് എമൗണ്ട് ആണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്, അതുകൊണ്ട് തന്നെ ഇക്കോണമീസ് ഓഫ് സ്കെയിൽ വരുന്നുണ്ട്. പിന്നെ മറ്റൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഡൈവേഴ്സിഫിക്കേഷൻ. ഒരൊറ്റ ഇൻവെസ്റ്റ്മെന്റ് അവന്യൂലല്ല ഇൻവെസ്റ്റ് ചെയ്യുന്നത്, അതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് ഡൈവേഴ്സിഫിക്കേഷന്റെ ബെനിഫിറ്റ് കിട്ടുന്നുണ്ട്. പിന്നെ ഓപ്പൺ എൻഡഡ് ഇൻവെസ്റ്റ്മെന്റ് ഫണ്ടാണ്, അതുകൊണ്ട് തന്നെ എപ്പോൾ വേണമെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യാം, എപ്പോഴും വേണമെങ്കിലും അത് വിഡ്രോ ചെയ്യാം. ലിക്വിഡിറ്റി ബെനിഫിറ്റും കിട്ടുന്നുണ്ട്. പിന്നെ ഇത് മാനേജ് ചെയ്യുന്നത് നമ്മൾ പറഞ്ഞു, ഒരു പ്രൊഫഷണലി ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരാളായിരിക്കും ഇത് മാനേജ് ചെയ്യുന്നുണ്ടായിരിക്കും. പ്രൊഫഷണൽ മാനേജ്മെന്റ് എന്നുള്ള ഒരു അഡ്വാൻറ്റേജ് കൂടി ഈ മ്യൂച്വൽ ഫണ്ടിന് വരുന്നുണ്ട്. പക്ഷെ ഇതിന് ഒരുപാട് ഫീസും എക്സ്പെൻസസും വരുന്നുണ്ട് എന്നുള്ളതാണ് ഇതിന്റെ മെയിൻ ഡിസഡ്വാൻറ്റേജ് ആയിട്ട് വരുന്നത്. പിന്നെ ഇതിന്റെ സ്ട്രക്ചേഴ്സ് നോക്കുകയാണെങ്കിൽ അത് ഓപ്പൺ എൻഡഡ് ഫണ്ട് ആയിട്ട് വരുന്നുണ്ട്, യൂണിറ്റ് ഇൻവെസ്റ്റ്മെന്റ് ട്രസ്റ്റ്, ക്ലോസ്ഡ് ആൻഡ് ഫണ്ട്സ്, എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ട്സ്, അങ്ങനെ ഇതിന്റെ പ്രൈമറി സ്ട്രക്ചേഴ്സിൽ മാറ്റം വരുന്നുണ്ട്. മ്യൂച്വൽ ഫണ്ടിന് അതിന്റെ പ്രിൻസിപ്പൽ ഇൻവെസ്റ്റ്മെന്റിനനുസരിച്ചിട്ട് മണി മാർക്കറ്റ് ഫണ്ട്, ബോണ്ട് ഓർ ഫിക്സഡ് ഇൻകം ഫണ്ട്, സ്റ്റോക്ക് ഇക്വിറ്റി ഫണ്ട്, ഹൈബ്രിഡ് ഫണ്ട്, അങ്ങനെ പല രീതിയിൽ ഇതിനെ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. പിന്നെ ഇതിൽ ഫണ്ടിനെ ഇൻഡെക്സ് ഫണ്ട് ആയിട്ട് കാറ്റഗറൈസ് ചെയ്യുന്നുണ്ട്. പാസീവ്ലി മാനേജർ ഫണ്ട്, ആക്റ്റീവ്ലി മാനേജർ ഫണ്ട്, അങ്ങനെയും തരം തിരിക്കുന്നുണ്ട്. പിന്നെ ഇത് ഹെഡ്ജ് ഫണ്ട് പോലെ തന്നെയാണെന്ന് പറഞ്ഞു, പക്ഷേ ഹെഡ്ജ് ഫണ്ടിൽ നിന്നും വ്യത്യസ്തമാണ് മ്യൂച്വൽ ഫണ്ട്. ഹെഡ്ജ് ഫണ്ട് ഒരിക്കലും നമുക്ക് ജനറൽ പബ്ലിക്കിന് സോൾവ് ചെയ്യാനായിട്ട് സാധിക്കില്ല. ഈ മ്യൂച്വൽ ഫണ്ടിന് അതിന്റെ റിസ്ക്, റിട്ടേൺ, സൈസ്, ഇൻവെസ്റ്റ്മെന്റ് എന്നിവയുടെ അടിസ്ഥാനത്തിൽ പ്രധാനമായിട്ട് 4ആയി തിരിക്കുന്നുണ്ട്. ഇക്വിറ്റി ഫണ്ട്, ഫിക്സഡ് ഇൻകം ഫണ്ട്, ഹൈബ്രിഡ് മ്യൂച്വൽ ഫണ്ട്, സൊല്യൂഷൻ ഓറിയന്റഡ് മ്യൂച്വൽ ഫണ്ട്. ഇക്വിറ്റി ഫണ്ട്, ഫിക്സഡ് ഇൻകം ഫണ്ട്, ഹൈബ്രിഡ് മ്യൂച്വൽ ഫണ്ട് ആൻഡ് സൊല്യൂഷൻ ഓറിയന്റഡ് മ്യൂച്വൽ ഫണ്ട്. അതിൽ ആദ്യത്തെ ഇക്വിറ്റി ഫണ്ടാണ്. റിസ്ക് എടുക്കാൻ തയ്യാറാവുന്നവരാണ് ഈ ഇക്വിറ്റി ഫണ്ട് പ്രിഫർ ചെയ്യുന്നത്. ഇതിൽ നേരിട്ട് ഷെയർസിൽ ഇൻവെസ്റ്റ് ചെയ്യാണ് ചെയ്യുന്നത് ഈ ഒരു സ്കീമില്. പിന്നെ ഷോർട്ട് ടേമിൽ നോക്കുകയാണെങ്കിൽ ഇത് റിസ്കി ആണെങ്കിൽ പോലും ലോങ് ടേമിൽ നമുക്ക് നല്ല ബെസ്റ്റ് റിട്ടേൺ ഏൺ ചെയ്യാനായിട്ട് ഇക്വിറ്റി ഫണ്ട്സ് സഹായിക്കുന്നുണ്ട്. പിന്നെ ഇതില് കമ്പനീസിന്റെ സൈസിനനുസരിച്ച് കമ്പനീസിനെ സ്മോൾ ക്യാപ്, മിഡ് ക്യാപ്, ലാർജ് ക്യാപ് എന്നിങ്ങനെ തരംതിരിക്കുന്നുണ്ട്. അപ്പൊ ഇക്വിറ്റി ഫണ്ട് എന്ന് പറഞ്ഞാൽ ഡയറക്ട്ലി ഷെയർസിൽ മണി ഇൻവെസ്റ്റ് ചെയ്യാണ് ചെയ്യുന്നത്. പിന്നെ ഷോർട്ട് ടേമിൽ നോക്കുകയാണെങ്കിൽ റിസ്കി ആണെങ്കിൽ പോലും ലോങ് ടേമിൽ ബെസ്റ്റ് റിട്ടേൺ ഏൺ ചെയ്യാനായിട്ട് ഇത് സഹായിക്കുന്നുണ്ട്. കമ്പനീസിന്റെ സൈസിനനുസരിച്ച് സ്മോൾ ക്യാപ്, മിഡ് ക്യാപ്, ലാർജ് ക്യാപ് എന്നിങ്ങനെ തരംതിരിക്കുന്നുണ്ട്. പിന്നെ റിസ്ക് എടുക്കാൻ തയ്യാറാകുന്നവരാണ് ഇത്തരത്തിലുള്ള മ്യൂച്വൽ ഫണ്ട്സ് കൂടുതലും പ്രിഫർ ചെയ്യുന്നത്. ഇനി രണ്ടാമത് വരുന്നത് ഫിക്സഡ് ഇൻകം ഫണ്ട്സ് ആണ്. ഫിക്സഡ് ഇൻകം ഫണ്ട്സ് ഈ ഇക്വിറ്റി ഫണ്ട്സിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ്. റിസ്ക് എടുക്കാൻ തയ്യാറല്ലാത്തവരാണ് ഇത്തരം മ്യൂച്വൽ ഫണ്ട്സിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്നത്. ഇതിൽ ഓണേഴ്സിന് ഒരു ഫിക്സഡ് ഇൻകം കിട്ടുന്നുണ്ടായിരിക്കും ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ. ഫിക്സഡ് ഇൻകം ഫണ്ട്സിൽ പ്രധാനമായും വരുന്നത് കോർപ്പറേറ്റ് ബോൺസ്, ഗവൺമെന്റ് ബോൺസ്,
അതുപോലുള്ള മറ്റ് ഡെപ്റ്റ് ഇൻസ്ട്രുമെന്റ്സ് ഒക്കെയാണ് ഇതിൽ വരുന്നത്. ഇതിൽ നിന്നുള്ള ഇൻട്രസ്റ്റ് ഇൻകം ഇൻവെസ്റ്റേഴ്സിന് മാനേജേഴ്സ് പാസ് ചെയ്യുന്നുണ്ട്, അത് നൽകുന്നുണ്ട്. ഇപ്പോൾ ഫിക്സഡ് ഇൻകം ഫണ്ട് എന്ന് പറഞ്ഞാൽ ഓണേഴ്സിന് ഒരു ഫിക്സഡ് റിട്ടേൺ നൽകുന്നവയാണ്. ഇതിൽ വരുന്നത് കോർപ്പറേറ്റ് ബോൺസ്, ഗവൺമെന്റ് ബോൺസ്, മറ്റുള്ള ഡെപ്റ്റ് ഇൻസ്ട്രുമെന്റ്സ് ഒക്കെയാണ്. ഇൻവെസ്റ്റേഴ്സിന് ഒരു ഇൻട്രസ്റ്റ് ഇൻകം ഇതിൽ നിന്ന് കിട്ടുന്നുണ്ട്. പിന്നെ റിസ്ക് എടുക്കാൻ തയ്യാറല്ലാത്തവരാണ് ഇത്തരത്തിലുള്ള മ്യൂച്വൽ ഫണ്ട്സ് കൂടുതലും പ്രിഫർ ചെയ്യുന്നത്. ഇനി അടുത്തത് വരുന്നത് ഹൈബ്രിഡ് മ്യൂച്വൽ ഫണ്ട്സ് ആണ്. ഹൈബ്രിഡ് മ്യൂച്വൽ ഫണ്ടിനെ എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ട്സ് എന്നും വിളിക്കുന്നുണ്ട്. അതിൽ ഒരൊറ്റ ഇൻവെസ്റ്റ്മെന്റ് സെക്യൂരിറ്റിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് പകരം ഒന്നിലധികം ഇൻവെസ്റ്റ്മെന്റ് സെക്യൂരിറ്റീസിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതാണ് ഈ ഹൈബ്രിഡ് മ്യൂച്വൽ ഫണ്ട് എന്ന് പറയുന്നത്. സ്റ്റോക്കിലും ബോണ്ടിലും ഒക്കെ അത്തരത്തിൽ ഒന്നിൽ കൂടുതൽ ഇൻവെസ്റ്റ്മെന്റ് സെക്യൂരിറ്റിയിൽ ഒരേ സമയം ഇൻവെസ്റ്റ് ചെയ്യുന്നു. അപ്പൊ ഇവിടെ ഈ ഇൻവെസ്റ്റേഴ്സ് ഇക്വിറ്റിയിലും അതേപോലെ തന്നെ ഡെപ്റ്റിലും ഒരേ സമയം ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ സ്കീം ചൂസ് ചെയ്യുന്ന സമയത്ത് ഇൻവെസ്റ്റേഴ്സ് അവരുടെ റിസ്ക് ടേക്കിംഗ് എബിലിറ്റി കൂടി നോക്കേണ്ടതായിട്ടുണ്ട്. അതിനനുസരിച്ച് വേണം ഈ സ്കീം പ്രിഫർ ചെയ്യാൻ. ഇപ്പോൾ ഹൈബ്രിഡ് മ്യൂച്വൽ ഫണ്ട് എന്ന് പറഞ്ഞാൽ ഒരേ സമയം ഒന്നിൽ കൂടുതൽ ഇൻവെസ്റ്റ്മെന്റ് സെക്യൂരിറ്റിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതാണ്. ഒരേ സമയം തന്നെ ഇക്വിറ്റിയിലും ഡെപ്റ്റിലും ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് ചൂസ് ചെയ്യുന്ന സമയത്ത്, ഈ സ്കീം ചൂസ് ചെയ്യുന്ന സമയത്ത് ഇൻവെസ്റ്റേഴ്സ് അവരുടെ റിസ്ക് ടേക്കിംഗ് എബിലിറ്റി കൂടി ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അതിനനുസരിച്ച് വേണം ഈ സ്കീംസ് ചൂസ് ചെയ്യാൻ. ഇനി അടുത്തത് വരുന്നത് സൊല്യൂഷൻ ഓറിയന്റഡ് മ്യൂച്വൽ ഫണ്ട്സ് ആണ്. ഇത്തരത്തിലുള്ള ഇൻവെസ്റ്റ്മെന്റ് സ്കീംസ് ഒരു പ്രത്യേക ആവശ്യത്തിന് വേണ്ടിയിട്ടായിരിക്കും, ഒരു സ്പെസിഫിക് ഗോൾ അല്ലെങ്കിൽ ഒരു സൊല്യൂഷൻ അനുസരിച്ചിട്ടാണ് ഇത്തരത്തിലുള്ള മ്യൂച്വൽ ഫണ്ട് സ്കീംസ് ഉണ്ടാകുന്നത്. അതായത് ഇപ്പോൾ ചില ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് റിട്ടയർമെന്റ് സ്കീംസ്, അതേപോലെ തന്നെ മക്കളുടെ പഠനത്തിന് വേണ്ടിയിട്ട്, അങ്ങനെ ചില ഗോൾസിന് വേണ്ടിയിട്ടായിരിക്കും ഇത്തരത്തിലുള്ള സ്കീംസ് പ്രിഫർ ചെയ്യുന്നത്. ഇതിൽ മിനിമം 5 വർഷത്തേക്കെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. ഇതിൽ വരുന്ന സ്കീംസ് പലതും 5 വർഷത്തേക്കുള്ളതായിരിക്കും. ഇത്രയാണ് ഇതിന്റെ ടൈപ്സ് വരുന്നത്. 4 ടൈപ്സ് ആണ് പറഞ്ഞത്: ഇക്വിറ്റി ഫണ്ട്സ്, ഫിക്സഡ് ഇൻകം ഫണ്ട്സ്, ഹൈബ്രിഡ് മ്യൂച്വൽ ഫണ്ട്സ്, സൊല്യൂഷൻ ഓറിയന്റഡ് മ്യൂച്വൽ ഫണ്ട്സ്. നമുക്ക് ഈ മ്യൂച്വൽ ഫണ്ടിന്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഡൈവേഴ്സിഫിക്കേഷൻ ആണ്. നമുക്ക് ഒരൊറ്റ അവന്യൂലല്ല നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് ചൂസ് ചെയ്യാൻ വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ഇതിലുണ്ടായിരിക്കും. ചോയ്സ് എന്ന് പറയുന്നത് ഒരുപാട് ചോയ്സസ് ഇതിൽ ഉണ്ടായിരിക്കും. അപ്പോൾ ഡൈവേഴ്സിഫിക്കേഷൻ എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. ഈ ഡൈവേഴ്സിഫിക്കേഷൻ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് റിസ്ക് റെഡ്യൂസ് ചെയ്യാനും സാധിക്കും. നമ്മൾ ഒന്നിലല്ല നിക്ഷേപിക്കുന്നത്, ഒന്നിൽ കൂടുതൽ. ഇപ്പോൾ ഒന്നിൽ നഷ്ടം വരികയാണെങ്കിൽ നമുക്ക് മറ്റൊന്നിൽ അത് കവർ ചെയ്യാനായിട്ട് സാധിക്കും. ഡൈവേഴ്സിഫിക്കേഷൻ ആണ് ഒന്നാമത്തെ അഡ്വാൻറ്റേജ്. ഡൈവേഴ്സിഫിക്കേഷൻ ഉള്ളതുകൊണ്ട് തന്നെ റിസ്ക് കുറയ്ക്കാനായി സാധിക്കുന്നുണ്ട്. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട, മ്യൂച്വൽ ഫണ്ടിനെ അപേക്ഷിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ലിക്വിഡിറ്റി എന്ന് പറയുന്നത്. നമുക്കിതിൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് എപ്പോൾ വേണമെങ്കിലും പണമായി മാറ്റാനായി കഴിയുന്നുണ്ട്. മ്യൂച്വൽ ഫണ്ടിന് മാത്രമുള്ളത് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇപ്പോൾ ഒരു ഫിക്സഡ് ഡെപ്പോസിറ്റ് ഒക്കെ ആണെങ്കിൽ, ഫിക്സഡ് ഡെപ്പോസിറ്റ്സ് ഒക്കെ ഒരു നിശ്ചിത കാലയളവിലേക്കാവും നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യുന്നുണ്ടായിരിക്കും. അതിനുള്ളിൽ നമുക്കത് വിഡ്രോ ചെയ്യാനായിട്ട് പറ്റില്ല. ഇനിയിപ്പോൾ അഥവാ വിഡ്രോ ചെയ്യുകയാണെങ്കിൽ അതിന് എന്തെങ്കിലും ഒരു കോമ്പൻസേഷൻ നമ്മൾ തിരിച്ചു കൊടുക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. അപ്പൊ ലിക്വിഡിറ്റി എന്ന് പറയുന്നത് ഫിക്സഡ് ഡെപ്പോസിറ്റിനും അതേപോലെ തന്നെ റിയൽ എസ്റ്റേറ്റും അതുപോലെ തന്നെയാണ്. നമ്മളതിൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കത് ആവശ്യ നേരത്ത് പണമാക്കി മാറ്റാൻ കഴിയില്ല. അപ്പൊ ലിക്വിഡിറ്റി അതിലൊക്കെ കുറവാണ്. പക്ഷെ മ്യൂച്വൽ ഫണ്ടില് ലിക്വിഡിറ്റി എന്ന് പറയുന്നത് വളരെ കൂടുതലായിരിക്കും. അടുത്തതും ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അഡ്വാൻറ്റേജ് ആണ്, അത് പ്രൊഫഷണൽ ഇൻവെസ്റ്റ്മെന്റ് മാനേജ്മെന്റ്. നമ്മൾ ആദ്യം പറഞ്ഞ ഒരു എക്സ്പേർട്ട് ആയിരിക്കും, ഒരു പ്രൊഫഷണലി ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരു എക്സ്പേർട്ട് ആയിരിക്കും നമ്മുടെ ഫണ്ട് കൈകാര്യം ചെയ്യുന്നുണ്ടായിരിക്കുക. അദ്ദേഹം അത് സമയാസമയം നോക്കി അനലൈസ് ചെയ്ത് മാറ്റങ്ങൾ വരുത്തേണ്ട സമയത്ത് മാറ്റങ്ങൾ വരുത്തും. പുതിയ ഷെയർ വാങ്ങിക്കാൻ പറ്റിയ സമയമാണെങ്കിൽ പുതിയത് വാങ്ങിക്കും, നമ്മുടെ കയ്യിലുള്ളത് വിൽക്കേണ്ട സമയമാണെങ്കിൽ അത് വിൽക്കുകയും ചെയ്യാം. അപ്പൊ കാര്യങ്ങളെല്ലാം സമയാസമയം അദ്ദേഹം നോക്കി അനലൈസ് ചെയ്തിട്ട് ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പോൾ അതിന്റെ ഒരു ബെനിഫിറ്റ് നമുക്ക് എന്തായാലും മ്യൂച്വൽ ഫണ്ടിൽ കിട്ടുന്നുണ്ടായിരിക്കും. അതാണ് പ്രൊഫഷണലി ഇൻവെസ്റ്റ്മെന്റ് മാനേജ്മെന്റിൽ പറയാനുള്ളത്. പിന്നെ മ്യൂച്വൽ ഫണ്ട് ഒരുപാട് സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്നത്, നമുക്ക് കൺവീനിയന്റ് ആയിട്ടുള്ള ഒരുപാട് സർവീസസ് മ്യൂച്വൽ ഫണ്ട് പ്രൊവൈഡ് ചെയ്യുന്നത്. ചെക്ക് റൈറ്റിംഗ് പോലുള്ള സർവീസസ് ഒക്കെ മ്യൂച്വൽ ഫണ്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് അടുത്തൊരു അഡ്വാൻറ്റേജ് ആയിട്ട് വരുന്നത്. പിന്നെ പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എപ്പോഴും ഗവൺമെന്റിന്റെ ഒരു മേൽനോട്ടം അല്ലെങ്കിൽ ഒരു റെഗുലേഷൻ
ഈ മ്യൂച്വൽ ഫണ്ടിന്റെ മുകളിൽ ഉണ്ടായിരിക്കും. സെബിയാണ് സാധാരണ മ്യൂച്വൽ ഫണ്ട്സ് ഒക്കെ മാനേജ് ചെയ്ത് പോകുന്നത്. അപ്പോൾ സെബി പോലുള്ള ഗവൺമെന്റ് ഏജൻസിയുടെ ഒരു മോണിറ്ററിങ് എപ്പോഴും ഉണ്ടായിരിക്കും എന്നുള്ളതാണ് അടുത്തൊരു അഡ്വാൻറ്റേജ് ആയിട്ട് പറയുന്നത്. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് മ്യൂച്വൽ ഫണ്ടിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്ന ഇൻവെസ്റ്റേഴ്സിന് ഓരോന്നിന്റെയും റിപ്പോർട്ട് ലഭിക്കുന്നുണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ ഇവ തമ്മിൽ കമ്പയർ ചെയ്യാനായിട്ട് ഇൻവെസ്റ്റേഴ്സിന് സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് മറ്റൊരു അഡ്വാൻറ്റേജ് ആയിട്ട് വരുന്നത്. പിന്നെ പറയുന്നത് ലോ കോസ്റ്റ്. മ്യൂച്വൽ ഫണ്ട് എന്ന് പറയുന്നത് ഒരു കോസ്റ്റ് ഇഫക്റ്റീവ് ഇൻവെസ്റ്റ്മെന്റ് ആണ്. പിന്നെ പറയുന്നത് ടാക്സ് എഫിഷ്യന്റ്. ഇൻവെസ്റ്റേഴ്സിന് ഇക്വിറ്റിയിലും അതേപോലെ തന്നെ ഡെപ്റ്റ് ഫണ്ട്സിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഒരു ടാക്സ് ബെനിഫിറ്റ് കിട്ടുന്നുണ്ട്. ദെൻ ലാസ്റ്റ് വൺ ഫ്ലെക്സിബിലിറ്റി. അതായത് ഇപ്പോൾ ഒരു ഫണ്ടിൽ നിന്ന് മറ്റൊരു ഫണ്ടിലേക്ക് നമുക്ക് മാറാനായിട്ട് സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഫ്ലെക്സിബിലിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇത്രയാണ് മ്യൂച്വൽ ഫണ്ടിന്റെ അഡ്വാൻറ്റേജ് ആയിട്ട് വരുന്നത്. ഡൈവേഴ്സിഫിക്കേഷൻ ഉള്ളത് കൊണ്ട് തന്നെ റിസ്ക് റെഡ്യൂസ് ചെയ്യാനായി സാധിക്കുന്നുണ്ട്. ലിക്വിഡിറ്റി, പെട്ടെന്ന് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്ത് ഫണ്ട് പണമായി മാറ്റാനായി സാധിക്കുന്നുണ്ട്. പിന്നെ പ്രൊഫഷണൽ ഇൻവെസ്റ്റ്മെന്റ് മാനേജ്മെന്റ്, ഒരു ഒരു പ്രൊഫഷണലി ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരു എക്സ്പേർട്ടിന്റെ കൺട്രോൾ എപ്പോഴും ഇതിലുണ്ടായിരിക്കും. അവരായിരിക്കും ഇത് നമ്മുടെ ഫണ്ട് മാനേജ് ചെയ്യുന്നുണ്ടായിരിക്കുക. പിന്നെ പറഞ്ഞത് സർവീസ് ആൻഡ് കൺവീനിയൻസ്. നമുക്ക് കൺവീനിയന്റ് ആയിട്ടുള്ള ഒരുപാട് സർവീസസ് മ്യൂച്വൽ ഫണ്ട്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഗവൺമെന്റിന്റെ ഒരു റെഗുലേഷൻ ഈ മ്യൂച്വൽ ഫണ്ടിന്റെ മുകളിലുണ്ട് എന്നുള്ളതാണ് മറ്റൊരു അഡ്വാൻറ്റേജ്. പിന്നെ പറഞ്ഞത് ട്രാൻസ്പെറൻസി ആൻഡ് ഈസ് ഓഫ് കമ്പാരിസൺ. നമുക്ക് എല്ലാ ഇൻവെസ്റ്റ്മെന്റ് ഓപ്പർച്യൂണിറ്റീസിന്റെ എല്ലാ അവന്യൂസിന്റെയും റിപ്പോർട്ട് ലഭിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇൻവെസ്റ്റേഴ്സിന് ഓരോന്നും കമ്പയർ ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. പിന്നെ പറഞ്ഞത് ലോ കോസ്റ്റ്, ടാക്സ് എഫിഷ്യന്റ് ആണ്. ഒരുപാട് ടാക്സ് ബെനിഫിറ്റ്സ് ഇൻവെസ്റ്റേഴ്സിന് ഇതിൽ നിന്ന് കിട്ടുന്നുണ്ട്. ദെൻ ലാസ്റ്റ് വൺ ഫ്ലെക്സിബിലിറ്റി. ഇത്രയാണ് അഡ്വാൻറ്റേജ് ആയിട്ട് വരുന്നത്. ഇനി നമ്മൾ ഈ മ്യൂച്വൽ ഫണ്ടിന്റെ ഡിസഡ്വാൻറ്റേജസ് നോക്കുകയാണെങ്കിൽ ഇതിന് ഒന്നാമത്തെ ഡിസഡ്വാൻറ്റേജ്, ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഹൈ ഫീ പേ ചെയ്യേണ്ടതായിട്ട് വരും. ഇതിൽ എക്സ്പെൻസസ് വളരെ കൂടുതലായിരിക്കും. ഇപ്പോൾ മ്യൂച്വൽ ഫണ്ടിന്റെ എക്സ്പെൻസസ് വളരെ കൂടുതലായിരിക്കും. ആ എക്സ്പെൻസസ് കവർ ചെയ്യുന്നത് ഇൻവെസ്റ്റേഴ്സിൽ നിന്ന് പണം കളക്ട് ചെയ്തിട്ടായിരിക്കും, അതിൽ ഫീ കളക്ട് ചെയ്തിട്ടായിരിക്കും ആ എക്സ്പെൻസസ് കവർ ചെയ്യുന്നുണ്ടായിരിക്കുക. അതുകൊണ്ട് തന്നെ ഫീ എന്ന് പറയുന്നത് കുറച്ച് കൂടുതൽ തന്നെയായിരിക്കും. അതാണ് ഒന്നാമത്തെ ഡിസഡ്വാൻറ്റേജ്. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം പറഞ്ഞൊരു എക്സ്പേർട്ട് ആയിട്ടുള്ളൊരു പ്രൊഫഷണലി ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരു ഫണ്ട് മാനേജർ ആയിരിക്കും ഇതെല്ലാം തന്നെ കൈകാര്യം ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പൊ അദ്ദേഹത്തിന് ഒരു തെറ്റ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കാര്യമായി ബാധിക്കുന്നത് ഇൻവെസ്റ്റേഴ്സിനെ ആയിരിക്കും. അവർക്ക് ഇൻവെസ്റ്റേഴ്സിന് ചിലപ്പോൾ അതുകൊണ്ട് വൻ നഷ്ടം തന്നെ വരാനുള്ള സാധ്യതയുണ്ട്. അതാണ് രണ്ടാമത്തെ ഡിസഡ്വാൻറ്റേജ്. പിന്നെ മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നമുക്ക് ഇതിൽ നിന്ന് എന്തെങ്കിലും ഗെയിൻ കിട്ടുകയാണെങ്കിൽ അതിന്റെ ടൈമിങ്ങിൽ കൺട്രോൾ വളരെ കുറവായിരിക്കും. അതാണ് മൂന്നാമത്തെ ഡിസഡ്വാൻറ്റേജ്. നാലാമത്തെ കാര്യം എന്ന് പറയുന്നത് നമുക്ക് കൃത്യമായിട്ട് ഇത്ര ഇൻകം കിട്ടുമെന്നുള്ളത് എല്ലാ മ്യൂച്വൽ ഫണ്ട്സിന്റെ കാര്യത്തിൽ നമുക്ക് പറയാനായിട്ട് പറ്റില്ല. എല്ലാ സ്കീംസിലും നമുക്ക് ഇത്രത്തോളം ഇൻകം കിട്ടുമെന്നുള്ളത് പറയാനായിട്ട് പറ്റില്ല. റിസ്ക് കൂടുതലാണെങ്കിൽ നമുക്ക് റിട്ടേണും കൂടുതലായിരിക്കും, റിസ്ക് കുറവാണെങ്കിൽ റിട്ടേണും കുറവായിരിക്കും. അങ്ങനെ മാത്രമേ പറയാൻ പറ്റുള്ളൂ. ഇത്ര കറക്റ്റ് ആയിട്ട് ഇത്ര ഇൻകം കിട്ടും എന്നുള്ളത് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കില്ല. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് നമുക്ക് ഇതിൽ മാറ്റം വരുത്താനുള്ള ഒരു അവസരം വളരെ കുറവായിരിക്കും. അതിനുള്ളൊരു അവസരം ഈ മ്യൂച്വൽ ഫണ്ടിൽ കിട്ടില്ല. ഇത്രയാണ് ഈ മ്യൂച്വൽ ഫണ്ടിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡിസഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് എങ്ങനെയാണ് മ്യൂച്വൽ ഫണ്ട്സ് ഇക്കണോമിക് ഡെവലപ്മെന്റിന് സഹായിക്കുന്നത് എന്നുള്ളത് നോക്കാം. മ്യൂച്വൽ ഫണ്ട്സ് ഒരുപാട് എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് ജനറേറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ ആളുകൾ ആവശ്യമില്ലാതെ വെറുതെ പണം കയ്യിൽ വെക്കുന്നത് തടയാനായിട്ട് സഹായിക്കുന്നുണ്ട്. ആളുകൾ വെറുതെ കയ്യിൽ പണം വെക്കുന്നതിന് പകരം മ്യൂച്വൽ ഫണ്ട്സിൽ റിസ്ക് കുറവാണ് എന്നതുകൊണ്ട് തന്നെ മ്യൂച്വൽ ഫണ്ട്സിൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് തയ്യാറാകുന്നുണ്ട്. അപ്പോൾ ആവശ്യമില്ലാതെ പണം കൈവശം വെക്കുന്നത് തടയുന്നുണ്ട്. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് അപ്പൊ അങ്ങനെ പണം ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് ആളുകൾ തയ്യാറാകുന്നുണ്ട്. അപ്പൊ ഇൻവെസ്റ്റ്മെന്റിലൂടെ ആളുകളുടെ സേവിങ്സ് മൊബിലൈസ് ചെയ്യാനായിട്ട് മ്യൂച്വൽ ഫണ്ട്സ് സഹായിക്കുന്നുണ്ട്. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് രാജ്യത്ത് ഇൻവെസ്റ്റ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് ക്രിയേറ്റ് ചെയ്യാനായിട്ടും മ്യൂച്വൽ ഫണ്ട്സ് സഹായിക്കുന്നുണ്ട്. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഏതൊരു ഇക്കോണമിയുടെ കാര്യമാണെങ്കിലും എടുക്കുകയാണെങ്കിലും അവിടെ ഇക്കോണമിക് ഡെവലപ്മെന്റ് ഉണ്ടാവണമെങ്കിൽ എന്ത് വേണം? ക്യാപിറ്റൽ അക്യുമുലേഷൻ ഉണ്ടാകണം. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ക്യാപിറ്റൽ അക്യുമുലേഷന്റെ അഭാവം വളരെ കൂടുതലാണ്. അപ്പൊ മ്യൂച്വൽ ഫണ്ട്സ് ക്യാപിറ്റൽ അക്യുമുലേഷനെ സഹായിക്കുന്നുണ്ട്. അതുവഴി ഇക്കോണമിയുടെ ഓവറോൾ ഡെവലപ്മെന്റിനെയും സഹായിക്കുന്നുണ്ട്. ഇത്രയാണ് ഇതിന്റെ റോള്,
ഇക്കണോമിക് ഡെവലപ്മെന്റിൽ മ്യൂച്വൽ ഫണ്ടിന്റെ റോള്. എത്രയാണ് മ്യൂച്വൽ ഫണ്ടിനെ കുറിച്ച് പറയാനുള്ളത്. താങ്ക് യു.